ദയവായി എല്ലാവരും സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം മന്ദിരം ആശുപത്രിക്ക് മുന്നിലാണ്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അത് നമ്മുടെ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകും. മാങ്ങാനം മന്ദിരം ആശുപത്രിയിൽ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്തുണയോടുകൂടി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഒരേ സമയത്ത് 21 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന ആധുനിക ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഈ മഹനീയമായ ചടങ്ങിലെത്തുന്ന വിശിഷ്ട അതിഥികളും വ്യക്തികളും ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം. നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. ദേശീയ ഗാനത്തിനായി ഏവരും സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുവാൻ ബഹുമാനപ്പെട്ട ഗവർണറെയും വേദിയിൽ ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട വ്യക്തികളെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Thank you all. ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി മന്ദിരങ്ങളുടെ ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. Most respected and honorable Governor of Kerala, Sri Rajendra Vishwanath Arlekar ji, Honorable President of the meeting, Dr. N. Jayaraj, Chief Whip of Kerala, Sri Chandi Umman MLA,
Panchayat President Sri V.T. Somankutti, His Grace Dr. Johanan Mar, Dioscorus Metropolitan, Medical Superint Dr. Marcos Arakel, സ്നേഹനിധികളായ മന്ദിരം സ്നേഹിതരെ, സുഹൃത്തുക്കളെ, Born on 23rd April 1954 at Panaji, Goa, he had his matriculation from St. Joseph's Institute of Vasco da Gama and graduation from MES College, Vasco da Gama, which helped him to mold a cosmopolitan outlook in his career throughout his life. From his childhood days, he was interested in social work and community services. This was nurtured through his association with Swayam Sevak Sanghs. He faced imprisonment along with his father for his resolute defense of democracy. While he was the Speaker of Goa Assembly, he earned nationwide acclaim for his visionary leadership in making the Assembly first in India to adopt a paperless system. He was also a minister in Goa in charge of forest, environment and Panchayati Raj. When we thought of inaugurating the Women Chandy Memorial Dialysis Center, we had only one name in our mind, the Honorable Governor Arlekatji, who is a man of compassion, who is a man of commitment with strong views, like our great leader, Women Chandy. Hearty welcome to you, dear Honorable and respected Rajendra Arlekatji. Hearty welcome. നമ്മളുടെ അധ്യക്ഷൻ, മന്ദിരങ്ങളുടെ പ്രിയ സ്നേഹിതൻ, ഏതാവശ്യമുണ്ടെങ്കിലും എപ്പോഴും മന്ദിരത്തിൽ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഏറ്റവും ഒന്നിനായിരുന്ന നാരായണക്കുറുപ്പ് സാർ മന്ദിരത്തെ അത്യധികം സ്നേഹിച്ചിരുന്നു. എപ്പോഴും മന്ദിരത്തിൻ്റെ ഒരു ഉത്തമ സ്നേഹിതനായിരുന്നു. ഏത് രോഗമുണ്ടെങ്കിലും ഓടിയെത്തുന്ന മന്ദിരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഈ മന്ദിരത്തിൽ വെച്ചായിരുന്നു എന്നത് ഓർമ്മിക്കുന്നു. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ വൈകിയ നിമിഷത്തിലാണ് ഈ പ്രോഗ്രാമിൽ ചേഞ്ച് ഉണ്ടായത്. അതനുസരിച്ച് വളരെ പരിമിതമായ സമയത്തുള്ളിൽ അദ്ദേഹത്തിന് ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ശ്രമിച്ചത്. ആ ക്ഷണം സ്വീകരിച്ചത് വളരെ പ്രയാസം അനുഭവിച്ചാണെന്ന് എനിക്കറിയാം. 30 കോടി രൂപയുടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇന്ന് രാവിലെ 10:30 കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് അടിയന്തരമായി തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുകയായിരുന്നു. ആ മീറ്റിംഗ് മാറ്റി 3:30 ആക്കുവാൻ അദ്ദേഹം എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നതാണ്. ആ മന്ദിരത്തോടുള്ള സ്നേഹത്തിനും കടപ്പാടിലുമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാണ്. സാംസ്കാരിക പരിസ്ഥിതി രംഗത്തെ അധികാരമായ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ എല്ലാ നിയോജകമണ്ഡലങ്ങൾക്കും മാതൃകയായി പ്രതിഭ സംസ്കൃതി എന്ന പേരിൽ അദ്ദേഹം ആ മണ്ഡലത്തിൻ്റെ പുരോഗതി ലഭ്യമാക്കി ഒരു സാംസ്കാരിക സംഘടന രൂപീകരിച്ചു. 2011 മുതലാണ് അദ്ദേഹം MLA ആയത്. അതിനു മുമ്പ് 2002 അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെയും സജീവമായ ഒരു സാംസ്കാരിക നേതൃത്വം നൽകുന്നതിന് അദ്ദേഹം ഈ പ്രതിഭാ സംസ്കൃതിയിലൂടെ നടപ്പാക്കി. എൻ്റെ മണിമലയാർ എന്ന പേരിൽ ഒരു കൺസർവേഷൻ ഓഫ് മണിമലയാർ എന്ന ലക്ഷ്യമാക്കി അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. അത് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നല്ല സംഘടനയാണ്. അതുപോലെ ഇല എന്ന പേരിൽ പരിസ്ഥിതി മാസിക പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ എഡിറ്ററായും പ്രവർത്തിക്കുന്നു. അങ്ങനെ ബഹുമുഖമായ ഒരു പ്രതിഭയുടെ ഉടമയാണ് പ്രിയപ്പെട്ട ജയരാജ് സാറ്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും അടുപ്പവും ബഹുമാനമുള്ള സാറ്. എൻ്റെ പിതാവുമായിട്ടും നാരായണക്കുറുപ്പ് സാറുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം തുടരുവാൻ എനിക്ക് ഓർമ്മയിലിരിക്കുന്നത്, എൻ്റെ പിതാവ് കളരിക്കവാടിൽ ഒരു മുറിയിൽ കിടക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു നാരായണക്കുറുപ്പ് സാറ് കിടന്നത്.
രണ്ടുപേരും ഒരാഴ്ചക്കകത്താണ് മരണപ്പെട്ടു പോയത്. ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നിരന്തരമായി കാണുകയും ബന്ധപ്പെടുകയും ചെയ്തു. മന്ദിരത്തിനെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA, ചാണ്ടി സാർ, ഞാൻ അങ്ങനെ വിളിക്കുന്ന അനുയോജ്യമാണോ എനിക്കറിഞ്ഞുകൂടാ. പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പാതകൾ അതേപടി പിന്തുടരുന്ന ഹീനനായ ചെറുപ്പക്കാരൻ. പിതാവ് എങ്ങനെയായിരുന്നു രോഗികളെ കരുതിയിരുന്നത്, പിതാവ് എങ്ങനെയായിരുന്നു മണ്ഡലത്തിലെ അംഗങ്ങളെ കരുതിയിരുന്നത്, അതേ രീതിയിൽ അവരെ കരുതുവാനും സ്നേഹിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് ഈ സമയത്തും അദ്ദേഹം ഇതുപോലെയുള്ളൊരു മീറ്റിങ്ങിൽ ഞാലിയാപുഴിയിൽ നിന്ന് ഓടിയെത്തുകയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ ഓടിയെത്തുകയായിരുന്നു. അവിടെയെല്ലാം കരുതലും സ്നേഹവും പകർത്തുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കത്തക്ക രീതി ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ഇങ്ങനെ സാധിക്കുമെന്ന് നമ്മളെല്ലാവരും ഈ നാളുകളിൽ പത്രങ്ങളിൽ കണ്ടതാണ്. മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായപ്പോൾ, ഭൂകമ്പം ഉണ്ടായ സ്ഥലങ്ങളിൽ ഇവിടെയെല്ലാം അദ്ദേഹം എങ്ങനെയാണ് ഓടിയെത്തത്. പ്രശ്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആളുകൾക്ക് ധൈര്യവും ശക്തിയും നൽകുന്നതായിരുന്നു. മന്ദിരത്തിനെ വളരെയധികം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ. അദ്ദേഹമാണ് പ്രിയങ്കരനായ ഗവർണറുമായി സംസാരിച്ച് ഈ ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒന്നിനായ പിതാവിൻ്റെ സ്നേഹനിധിയായ പുത്രൻ ശ്രീ ചാണ്ടി ഉമ്മനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി, അദ്ദേഹം ഞങ്ങളുടെ ഭാഗമാണ്, ആശുപത്രിയുടെയും മന്ദിരങ്ങളുടെയും എല്ലാം ഭാഗമാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നതിന് അനുയോജ്യമാണ്. ഈ സ്ഥാപനത്തിൻ്റെ എന്താവശ്യം വിജയപുരം പഞ്ചായത്തിലുണ്ടായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പരിഗണിച്ച് മറുപടി നൽകുവാനും അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റുവാനും വ്യക്തിപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സോമൻകുട്ടി സാർ. വളരെ ചുരുങ്ങിയ നോട്ടീസിലാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഇവിടെ എത്തുകയും സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിമന്യ യുഹനന്മാർ DS തോറസ് മെത്രാപ്പൊലീത്ത തിരുമേനി മന്ദിരങ്ങളുടെ വിസിറ്റർ പ്രസിഡന്റാണ്, വിസിറ്റർ മെമ്പറാണ്. മന്ദിരത്തിൻ്റെ ഏതാവശ്യമുണ്ടെങ്കിലും തിരുമേനിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി ആണെങ്കിലും ഏത് കാര്യത്തിനും വിളിച്ചാലും നമ്മളോട് വളരെ ഒരു പ്രഗത്ഭനായ അധ്യാപകൻ, ഒരു നല്ല ഉപദേശകൻ, ഒരു ധ്യാന ഗുരു, ഈ നിലയിലൊക്കെ പ്രശസ്തമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്നു. അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ പഴയ സെമിനാരിയുടെ ഡീനും പ്രൊഫസറുമാണ്. അതുപോലെ തന്നെ ദിവ്യബോധിനി തിയോളജിക്കൽ ട്രെയിനിങ് ലൈറ്റി അതിൻ്റെ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നു. ഹോളി ട്രിനിറ്റി സെൻറ്റർ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം പ്രൊഫസർ ആൻഡ് രജിസ്ട്രാർ ഓഫ് ഹോളി ട്രിനിറ്റി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡിസബാബയിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചു. അവിടെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡീനും രജിസ്ട്രാറും പ്രൊഫസറുമായിരുന്നു. അദ്ദേഹം സോഫിയ സെൻ്ററിൻ്റെ പ്രോഗ്രാം സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഡയലോഗ്സിൻ്റെ ജോയിൻറ്റ് ഇൻ്റർനാഷണൽ ഡയലോഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ തിരക്ക് പിടിച്ചാണെങ്കിലും ഇന്നിപ്പോൾ 2 മണിക്ക് ഞാൻ കൊട്ടാരക്കരയിൽ വിട്ടോളാം എന്നുള്ള ഉറപ്പിലാണ് തിരുമേനിയെ വിളിച്ചിരിക്കുന്നത്. എന്നാലും സാരമില്ല, ഞാൻ തീർച്ചയായിട്ടും വരും. ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട തിരുമേനിയെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ദിരങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നൈനാൻ കുര്യൻ, മന്ദിരങ്ങളുടെ സെക്രട്ടറി പ്രൊഫസർ ജോർജ് വി വർക്കി,
മന്ദിരങ്ങളിലെ ഗവർണിംഗ് ബോർഡ് അംഗങ്ങൾ, മന്ദിരം ചാപ്ലൈൻ, മന്ദിരത്തിൻ്റെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ സ്റ്റാഫ്, നഴ്സിംഗ് കോളേജിലെ ചില വിദ്യാർത്ഥികൾ, പരിമിതമായ എണ്ണവും സൗകര്യവും നമുക്കുള്ളതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. അതിനവർക്ക് പരിഭവമുണ്ടെന്നറിയാം. പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് നമ്മളുടെ ക്രമീകരണങ്ങളിൽ പരിമിതി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ രാവിലെ ഇവിടെ ഈ സമയത്ത് എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോട്ടയം ഭദ്രാസന അധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്തയെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. Fasting almsgiving. The person whose name this dialysis center is dedicated, he was a man of prayer. Of course, he was a politician, he was a chief minister of Kerala, etc., etc. But he was a man of prayer. He was always praying, not only in his particular parish, even the other temple of gods, he was praying there very well. He was a man of fasting, that literally he was a man of fasting. നല്ലതുപോലെ ഉപവസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. And he was a man of almsgiving. നല്ലതുപോലെ ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. മോൻ ചാണ്ടിയമ്മന് അതുപോലെ വരണം എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അവസാനത്തെ കാര്യത്തിൽ ആദ്യം കയറി പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 കാര്യത്തിൽ അതുപോലെ പിടിച്ചു തുടങ്ങി വരുന്നതേ ഉള്ളൂ. നല്ലതുപോലെ പിടിച്ചു വളരണം എന്നുള്ളതാണ് എനിക്ക് മോനോട് പറയാനായിട്ട് ഉള്ളത്. A man of prayer, a man of fasting and a man of almsgiving. ഉമ്മൻചാണ്ടിയെ സമൂഹം മറക്കാത്തത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. നോട്ട് സിംപ്ലി ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അതുകൊണ്ട് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇഷ്ടംപോലെ ചീഫ് മിനിസ്റ്റർമാരെയൊക്കെ നാം കണ്ടിട്ടുള്ളതാണല്ലോ. ബട്ട് ഇദ്ദേഹത്തെ മറക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്ത ജീവിതം ആയിരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മന്ദിരം ഹോസ്പിറ്റൽ വിത്ത് ദ സപ്പോർട്ട് ഓഫ് മാളിക്കൽ ഫാമിലി, മാളിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഒരു നല്ല ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ രൂപീകരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെയായിരുന്നു. അത് തന്നെ തുടരാൻ വേണ്ടി ആ പേരിൽ ഇവിടെ അങ്ങനെ ഒന്ന് ആരംഭിക്കുന്നു. ആ നാമം നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മന്ദിരം ഹോസ്പിറ്റലിലെ ചുമതലക്കാരോടുള്ള എൻ്റെ സ്നേഹം, വാത്സല്യം, ബഹുമാനം ഒക്കെ അറിയിക്കുന്നു. മാളിയേക്കൽ കുടുംബത്തോടുള്ള സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ ചികിത്സയ്ക്കായി വരുമ്പോൾ നന്മ അവരിലേക്ക് പകരുന്ന നല്ല ഒരു ദിനാനുഗമ പ്രവർത്തനമായി ഇത് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു, ഹിസ് ഗ്രേസ്. പ്രത്യേക സന്ദേശം പങ്കുവയ്ക്കുന്നതിനായി ബഹുമാന്യനായ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VT സോമൻകുട്ടി സാറിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ മന്ദിരം ഹോസ്പിറ്റലിൽ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർകളെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇവിടെ മന്ദിരം ഹോസ്പിറ്റൽ എൻ്റെ പിതാവിൻ്റെ പേരിൽ ഒരു മെമ്മോറിയൽ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നു എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷം. അതുപോലെ തന്നെ പ്രത്യേകമായ നന്ദി മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിനോടാണ്. വളരെയധികം പിന്തുണ ഈ ഒരു ഡയാലിസിസ് സെന്ററിന് കൊടുക്കുവാനും നമ്മുടെ സാധാരണക്കാർക്ക് ഗുണം വരുന്ന രീതിയിൽ ഈ ഒരു സെന്ററിനെ വളർത്തിയെടുക്കുവാൻ മാളിയേക്കൽ ട്രസ്റ്റും മുന്നോട്ട് വന്നതും, പ്രത്യേകിച്ച് എൻ്റെ പിതാവിന്റെ പേര് കൊടുക്കണമെന്ന് മന്ദിരവും അതുപോലെ മാളിയേക്കൽ ട്രസ്റ്റും ചേർന്ന് തീരുമാനിച്ച അതിയായ ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ 2ാം വർഷം കഴിഞ്ഞ മാസം കഴിഞ്ഞതേ ഉള്ളൂ. 1 മാസം നീളുന്ന പരിപാടികളാണ് വെച്ചിരുന്നത്. അതിനോട് ചേർന്ന് ഈ പരിപാടി നടക്കുന്നതിൽ അതിയായ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. ഇവിടെ ജോർജ് വർഗീസ് സാറ് ഈ ഹോസ്പിറ്റലിനെ കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ളതാണ്. അദ്ദേഹം ഈ ഹോസ്പിറ്റൽ ഓരോ മാറ്റങ്ങളും വളരെ ശ്രദ്ധാപൂർവം
നടത്തി അതിന് എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്നാഗ്രഹിച്ച് അങ്ങനെ ഈ 2 വർഷം കൊണ്ട് ഈ പരിപാടി, ഈ പദ്ധതി നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം കൂടിയാണ്. അദ്ദേഹത്തിനോട് നന്ദി അവസരത്തിൽ പറയുന്നു. സാധാരണക്കാർക്ക് ഗുണം വരുന്ന രീതിയിൽ എന്റെ പിതാവ് എങ്ങനെയാണോ ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചത്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ അദ്ദേഹം വളരെയധികം താല്പര്യമെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു പ്രശ്നം വരുമ്പോഴും അദ്ദേഹം ആ ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ ചികിത്സ വേണ്ട വ്യക്തിക്ക് വേണ്ട സൗകര്യമെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാൻ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ മരണശേഷവും അങ്ങനെയുള്ള പ്രവർത്തനം തുടരുവാൻ ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ വരുമ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്നു, ആദരണീയനായ ഗവർണറിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണുവാനും പറയുന്ന സെക്കൻഡിൽ തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഈ പരിപാടിക്ക് വരുവാൻ കാണിച്ച മനസ്സിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എങ്ങനെയാണോ സ്വാഗത പ്രസംഗം പറഞ്ഞു, എന്റെ പിതാവിനെ ഓർപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എന്റെ അടുത്ത് ആവശ്യം പറഞ്ഞ് മന്ദിരം ഹോസ്പിറ്റലിലെ കത്ത് കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം അത് സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി, ആ സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിയുടെ പ്രതിഫലനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിമിഷപ്രിയ എന്ന് പറഞ്ഞ നമ്മുടെ മലയാളി സഹോദരി അങ്ങ് യമനിൽ ജയിലിലാണ്. എന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം അത് അവരുടെ മോചനമായിരുന്നു. അത് അദ്ദേഹത്തെ കാണാൻ വന്ന രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ട്. ശ്രീ യൂസഫ് അലി ആണെങ്കിലും ശരി, ഏതൊരു വ്യക്തി വന്നാലും അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത് മോചനമാണ്. അപ്പം അവരുടെ എക്സിക്യൂഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, അതിനെ ഞാൻ ഗവർണറിനെ കണ്ട് അദ്ദേഹത്തോട് ഒന്ന് സൂചിപ്പിക്കണം, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നത്. അപ്പോൾ ഞാൻ എന്റെ മാതാവിനെ കൂട്ടി അദ്ദേഹത്തിനോട് ചെന്നപ്പോൾ ആ ചെന്ന സെക്കൻഡിൽ തന്നെ അതിന് ഒരു പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ആ സെക്കൻഡ് മുതൽ പലരെയും വിളിച്ചു. ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പലരെയും വിളിച്ചു. ശ്രീ യൂസഫ് അലിയെ വിളിച്ചു, ഒമാനിലെ രാജകുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ പല ആൾക്കാരെ വിളിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, മോചനദ്രവ്യം എങ്ങനെ ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുമെന്നുവരെ പറയുന്നത് ക്ഷമിക്കണം. പക്ഷെ അതുവരെ അദ്ദേഹം ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു ഡേറ്റ് നീട്ടുന്നവരെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്റെ പിതാവ് എങ്ങനെയാണോ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഒരു സാഹചര്യം ഞങ്ങൾക്കെല്ലാം കാണുവാൻ ഇടയായി എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കുവാൻ വയ്യ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള നന്ദി. ഈ പരിപാടി മാറ്റിവെച്ചപ്പോഴും അദ്ദേഹം സമയം ക്രമീകരിച്ചു തന്ന് ഇതിലേക്ക് വന്നതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മുടെ സാധാരണക്കാരായ രോഗികൾക്ക് ഏറ്റവും ഗുണം വരുന്ന രീതിയിൽ ഈ സെന്റർ പ്രവർത്തിക്കും. എന്റെ പിതാവ് പ്രവർത്തിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ സെന്റർ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ മന്ദിരം ഹോസ്പിറ്റല് വലിയ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നു. ഒരിക്കൽ കൂടി മന്ദിരത്തോടുള്ള നന്ദി പറയുന്നു, മാളിയേക്കൽ ട്രസ്റ്റിനോടുള്ള നന്ദി പറയുന്നു. ഈ സാഹചര്യം ഒരുക്കിയ എല്ലാ വ്യക്തികളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചടങ്ങിന്റെ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ആദരണീയനായ കേരള സംസ്ഥാന ചീഫ് വിപ്പ് ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ യുവനൻ മാർ ഡിയാസ്പോറസ് തിരുമേനി, ചടങ്ങിനെ സ്വാഗതാശംസിച്ച പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ് സാറ്, വേദിയിലുള്ള ചാണ്ടിയമ്മൻ MLA അവറുകൾ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് ശ്രീ VT സോമൻകുട്ടി, അതോടൊപ്പം തന്നെ ശ്രീ MC ഫിലിപ്പ് മാളിയേക്കൽ, ഡോക്ടർ നൈനാൻ കുര്യൻ, നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് മന്ദിരത്തിലെ പ്രിയപ്പെട്ട സ്റ്റാഫംഗങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങൾ, നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾ, മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് ഈ ചടങ്ങിൽ ഒട്ടേറെ ഇഷ്ട വ്യക്തികളോടൊപ്പം ഉണ്ട്, ഏറെ പ്രിയപ്പെട്ടവരെ. ഇംഗ്ലീഷിലെ 2 വാക്ക് സിമ്പതി എന്നോ എമ്പതി എന്നോ 2 വാക്കുണ്ട് ഹോസ്പിറ്റലുമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങ്. ഞാൻ ഓർത്തൊരു കാര്യം, ഈ ഡയാലിസിസ് സെന്ററിന് അദ്ദേഹത്തിന്റെ പേരിട്ടത്
ഹോസ്പിറ്റലിലെ തീരുമാനത്തോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ മുഴുവൻ സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, ഇവിടെ ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹം എന്ത് നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി അത് മനുഷ്യർക്ക് ചെല്ലുന്നതാണ്, ജനങ്ങൾക്കുള്ളതാണ് സേവനം എന്നുള്ള തിരിച്ചറിവ് അതെല്ലാം മറികടന്നുകൊണ്ട് കാണിച്ച അല്ലെങ്കിൽ ചെയ്യാൻ ആ പ്രവർത്തനം ചെയ്യാൻ കാണിച്ചൊരു വലിയ ആത്മാർത്ഥതയുണ്ട്. ചികിത്സയുടെ കാര്യത്തിലൊക്കെയാണ് ഒരുപാട് തടസ്സങ്ങൾ സർക്കാർ സംവിധാനത്തിലുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും ബാധകമായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ഈ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് എൻ്റെ ഒരു കാലിക പ്രസക്തി കൂടി ഇന്ന് ഡയാലിസിസ് രോഗികളുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുകയാണ് മലയാളികൾക്കിടയിൽ. ഒരു വിഷയം എല്ലാ ഹോസ്പിറ്റലുകളിലും ക്യൂ ആണ് ഇപ്പോൾ, നേരത്തെ ബുക്ക് ചെയ്താൽ പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇപ്പം മന്ദിരം പോലെ ആശുപത്രി, കാരണം 82 വർഷങ്ങൾക്ക് മുമ്പ് PC ചെറിയാൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബം ആരംഭിക്കുമ്പോൾ ഇത് പേരിട്ട് തന്നെ മനോഹരം, മന്ദിരം എന്നൊരു പേരാണ്. മന്ദിരങ്ങളാണ് ചുറ്റും. ഇവിടെ പറഞ്ഞ ബാലികാ സദനമാണെങ്കിലും അതോടൊപ്പം തന്നെ ബാലികാമന്ദിരമാണെങ്കിലും അശരണരായ ആളുകൾക്കുള്ള ഒരു സംവിധാനമാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് ഒരുപാട് ആശുപത്രികൾ പിന്നീട് നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ കടന്നു വന്നിട്ടുണ്ട് ഈ ഓർമ്മത്തിന് ശേഷം. എങ്കിലും ഒരു വ്യക്തിപരമായ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ആത്മാബന്ധം യഥാർത്ഥത്തിൽ മന്ദിരവും മന്ദിര ഹോസ്പിറ്റലുമായിട്ട് തലമുറകളായി തുടരുന്ന ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാം. അവർ മന്ദിരത്തിലേക്ക് മാത്രമേ കടന്നു വരുന്നത്. അത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു വലിയ ലെഗസിയുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറെ ഉപയുക്തമാകുന്ന ഇത്തരം ഒരു സംവിധാനത്തിന് തീർച്ചയായിട്ടും രൂപം കൊടുക്കാൻ മുൻകൈയെടുത്ത ഹോസ്പിറ്റലിനെയും അതിന് എല്ലാവരും സപ്പോർട്ട് നൽകിയ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അതിൻ്റെ ഭാരവാഹികളെയും ഒക്കെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട ഗവർണർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ഒരു പ്രോഗ്രാം മാറ്റിയിട്ട് വീണ്ടും അദ്ദേഹം കടന്നു വന്നതാണ്. അത് വളരെയേറെ നമുക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളിൽ അവർക്ക് സമാധാനവും രോഗശാന്തിയും ഉണ്ടാകാൻ നമ്മുടെ ഈ പുതിയ സംവിധാനത്തിന് കഴിയട്ടെ. അതിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോർജ് സാർ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർക്ക് മന്ദിരങ്ങളുടെ സ്നേഹ സ്മരണിക നൽകുന്നതിനായി മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഡോക്ടർ മാർക്കോസ് അരക്കൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണ സഹായ കുടുംബം മാളിയേക്കൽ ട്രസ്റ്റിനു വേണ്ടി ശ്രീ MC ഫിലിപ്പ് കൊച്ചുമോനെ ആദരിക്കുന്നതാണ്. താങ്ക് യു സർ. ശില അനാച്ഛാദനം നിർവഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
Namaskaram. We have gathered here today for the inauguration of the dialysis center, which has been promoted by Mandiram Charitable Trust and all other, many of you have helped it. A very much necessity for this particular place, this locality and needy persons. On this very occasion, we have amongst us, sitting on the dais, Chief Whip in the Assembly of Kerala Congress, Dr. Jairaj N. Jairaj ji, my friend MLA Chandi Oman ji, President of Vijayapuram Grama Panchayat, Shri Soman Kutti ji, Mar Diocesan Metropolitan HG Dr. Yohanan, Chairman of Mandiram Shri George Varghese, Medical Superintendent of Mandiram Hospitals Dr. Nenan Kurian, all other dignitaries sitting here in the audience, Priya Sahodari, Sahodaran Mare, Namaskaram. I really feel honored to be here because not only because of your presence and the presence of all the dignitaries here, but I am also now associated with a very much needed facility that is being provided from today. Our culture, our heritage, our tradition has always been a service to the God. And that service to God can be attained by serving the mankind. And that is exactly what our people in Kerala are doing. I am very happy. They have told us this is the way, this is the path where you have to walk, where you have to work and serve the people. Medical facilities are very much a need of the hour, need of the society. Got very nice and very prominent medical facilities throughout the country. And our facilities are at a very high level. I appreciate that. And I congratulate all the governments who have been doing this and the people, particularly you who have only once in Delhi for a function. That time I was a small state, and that time I had opportunity to just introduce myself to him. We used to hear about him, what dedication he has, what enthusiasm he has, and what spirituality he has to serve the people of his state. If you don't have all these three things with you, you cannot serve the people. I always feel that there has to be blessings from our spiritual leaders, and that is the blessing that we have got always. What Oman Chandi has always thought of people. See, there are many people who have become chief ministers in not only here, in other states also. But those people who are chief minister or at the highest altar, they also have to be there on the ground and have connect with the common person, common people. Oman Chandi was one of them. He was there. He always had a connect with people. He understood the people's problem. And that is the reason why he always was amongst people, speaking to them, getting them whatever he wants to do. I am happy. Chandi Oman is also doing the same thing.
He also is walking on the same path which Father has paved sometimes. So that is what the legacy is, what we want. I hope this particular legacy will be continued further and we will get a better state of art or better facilities in the medical field so that we can serve the people, serve our fellow beings in the state. That is what all I have to say. I wish you once again all the best. My greetings for the Independence Day. Nanni. Thank you, Honorable Governor. ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മന്ദിരം ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നൈലാൻ കുര്യൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. It is with immense pleasure and profound gratitude that I stand before you today for this momentous occasion, the inauguration of our new dialysis center. We are deeply honored by the gracious presence of our esteemed chief guest, the Honorable Governor, Sri Rajendra Vishwanath Arlekar. Sir, your presence today not only elevates the significance of this event, but also serves as a powerful testament to your unwavering commitment to public health and well-being of the citizens of Kerala State. Thank you very much from the bottom of our hearts. We are incredibly grateful to Dr. N. Jayaraj, Honorable Chief Whip of Kerala Assembly, whose vision and support are instrumental in bringing several facilities in Mandiram. Thank you, sir, for your presence. Our sincere gratitude to Sri Chandiumman MLA, whom we consider as a son of Mandiram, and for their generations had been a great support and encouragement of Mandiram. We are proud to have named the unit in memory of his late father, Sri Uman Chandi. Thank you for being with us today. We are truly blessed to have the presence of His Grace, Dr. Yohanan Mar Dias-Cayaras, Metropolitan of Malankara Orthodox Syrian Church, Kottayam Diocese. He is also a member of Mandiram Board of Visitors. Thank you, Tirumeli, for your prayers and blessings. We are grateful to Sri V.T. Somankutti, President of Vijayapuram Grama Panchayat, for his presence and personal involvement in all Mandiram activities. Thank you, sir. I wish to express our sincere gratitude to Maliyakal Family Charitable Trust, especially to my childhood friend, Mr. M.C. Mani, and his brother, Mr. Philip Mani, we call him Kuchumon, for their generosity and commitment to this project. Thank you to all members of Maliyakal family for coming today. We extend our sincere appreciation to the Rotary Club of Kottayam East, Lions Club District 318B, St. Peter's Marthoma Church, Mangalam, Bethel Marthoma Church, Mangalam, Nazareth Marthoma Church, Kalapadi, and Kuchgalikal family for your generous contribution, which has made absolutely vital in bringing this project to fruition. We wish to thank Muthoot Finance, Bishop Mani Foundation, Weissman Club of Kottayam, Upputil family, and Kalarikal family for their support given for providing free dialysis for poor patients. Our gratitude also goes to all hospital staff, especially to Mr. Cherian Matthew, administrator, who all has worked diligently to ensure the functioning and successful completion of this state-of-the-art facility.
finally, to our chairman, vice chairman, secretary, treasurer, and all our governing board, advisory, and fellowship members of Mandiram, guests, well-wishers, members of the press, and officers, thank you for being here today to celebrate the significant 83rd year milestone of this hospital, which also represents significant step forward in our commitment to providing accessible and high-quality healthcare. With the blessings of the Almighty and your continuing support, we are confident to serve this community effectively and compassionately for many, many more years to come. Thank you all for making this day truly memorable. Jai Hind. താങ്ക് യു സർ. ദേശീയഗാനത്തിനായി ഏവർക്കും എഴുന്നേൽക്കാം. ഒരിക്കൽ കൂടി ഈ ധന്യമുഹൂർത്തത്തിൽ മന്ദിരത്തിനോടൊപ്പം പങ്കുചേർന്ന എല്ലാ സുമനസ്സുകൾക്കും നന്ദി. Thank you.